നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. ബാലി ദൈവങ്ങളുടെ സ്വന്തം ദ്വീപ്. ഏരിയ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഏഴിലൊന്ന് മാത്രമേ ഉള്ളൂവെങ്കിലും ശരിക്കൊരു പറുദീസ തന്നെയാണ് ബാലി. ബാലിയിൽ അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിനെ പറ്റിയും അതുപോലെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളും അവിടെ എത്തിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓരോ സ്ഥലങ്ങളുടെ പേരും വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരോട് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, സൈറ്റ് സീയിങ്ങിനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1-2 ആഴ്ചകൾ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല ബാലിയിലുള്ളത്. പക്ഷേ ഒരാഴ്ചത്തെ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ മേജറായിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ കവർ ചെയ്യുന്നതേ ഉള്ളൂ. അതിനപ്പുറം ഒരുപാട് കാഴ്ചകളുണ്ട് ബാലിയിൽ കാണാനായിട്ട്. ബാലിയിൽ പല സ്ഥലത്തും പല ലൈഫ് സ്റ്റൈലാണ്. ചില സ്ഥലത്ത് നല്ല അപ്സ്കെയിലായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണെങ്കിൽ വേറെ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ബാലിയുടെ തനതായ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയും അതുപോലെ തന്നെ പല പല ക്ഷേത്രങ്ങളൊക്കെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ബാലിയിൽ ഏതൊക്കെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ട്രിപ്പ് പ്ലാനിങ്ങിന് ഒരു ഐഡിയ കിട്ടും. ബാലിയിലെ പല സ്ഥലങ്ങളിലെ റോഡുകളിൽ കൂടി നമ്മൾ പോകുമ്പോഴും റോഡിൻ്റെ 2 സൈഡിലെ ചെടികളും മരങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് കേരളമായിട്ട് ഒരുപാട് സിമിലാരിറ്റി തോന്നും. ഇവിടെ വെച്ച് കണ്ട മിക്ക മലയാളികളും പറഞ്ഞത് വൃത്തിയുള്ളൊരു കേരളമാണ് ബാലി എന്നുള്ളതാണ്. വൃത്തി മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും ഹോസ്പിറ്റാലിറ്റി ഒക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഇവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും ടൂറിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ശരിക്കും ഒരു ടൂറിസം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ബാലി. ബാലിയിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മിക്ക ജംഗ്ഷനിലും ഇതുപോലത്തെ വലിയ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ 90% ഹിന്ദു പുരാണങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾസോ യൂണിവേഴ്സിറ്റീസോ ആണെങ്കിലും അല്ലെങ്കിൽ ചില വീടുകളാണെങ്കിൽ പോലും അവിടുത്തെ ആർക്കിടെക്ചറിന് നല്ല പ്രത്യേകതയുണ്ട്. ഒത്തിരി കൊത്തുപണികളുള്ള ടൈപ്പ് കൺസ്ട്രക്ഷനാണ്. ഇന്തോനേഷ്യ ഒരു മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള കൺട്രി ആണെങ്കിലും ബാലി ഹിന്ദു മെജോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും അമ്പലങ്ങൾ കാണാം. അമ്പലങ്ങളിൽ കാണുന്ന പോലത്തെ കൊത്തുപണികളും ഗേറ്റുകളും എവിടെയും കാണാം. അതുപോലെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അമ്പലങ്ങളുടെ വീടുകളുടെ മുമ്പിൽ കുരുത്തോല കൊണ്ടുള്ള ഡെക്കറേഷൻസ് കാണാൻ പറ്റും. ബാലിയിൽ ഓരോ സ്ഥലങ്ങളും എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. അതുപോലെ ആ സ്ഥലങ്ങളിലുള്ള മേജർ ടൂറിസ്റ്റ് സ്പോട്ട്സും കാണാം. അപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റ്സിൻ്റെയും ബുക്കിങ്ങിൻ്റെയും ഒക്കെ കാര്യങ്ങളിലേക്ക് പോവാം. ബാലിയിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നത് ഡെൻപാസ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഐഗുസ്തി എങ്കുറായ് എയർപോർട്ട് എന്നാണ് ഡെൻപാസർ എയർപോർട്ടിൻ്റെ പേര്. ഐഗുസ്തി എങ്കുറായ് എന്ന് പറയുന്നത് ഇവരുടെ ഒരു നാഷണൽ ഹീറോ ആയിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇതിൽ കാണിച്ചിരിക്കുന്ന മിക്ക സ്ഥലങ്ങളുടെയും ഡീറ്റെയിൽ വീഡിയോ പുറകെ വരുന്നുണ്ട്. എയർപോർട്ടിനടുത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയത് ഒന്നുകിൽ കൂട്ട അല്ലെങ്കിൽ സെമിനിയാക്ക് പോലത്തെ സ്ഥലങ്ങളിലാണ്. ബീച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിൽ കൂട്ട ഒരു നല്ല സ്റ്റേ ഓപ്ഷനാണ്. കൂട്ട ബീച്ചിനടുത്തുള്ള ജർമ്മൻ ബീച്ചാണിത്. ഇവിടെയാണ് ഭരുണ സ്റ്റാച്യു ഉള്ളത്. എയർപോർട്ടിൽ നിന്ന് 2 കിലോമീറ്ററുള്ളൂ ഇങ്ങോട്ട്. സൺസെറ്റിൻ്റെ സമയത്ത് ആൾക്കാർ റിലാക്സ് ചെയ്യാനും അതുപോലെ പട്ടം പറത്താനും ഒക്കെ വരും. പിന്നെ അതുപോലെ ഈ സ്റ്റാച്യു സൺസെറ്റ് ടൈമിൽ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് ബാലിയിലെ മെയിൻ കൂട്ട ബീച്ചാണ്. സർഫിങ്ങിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത്. അതുപോലെ തന്നെ ഇവിടുത്തെ സൺസെറ്റും ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ബീച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് സൺസെറ്റൊക്കെ കണ്ട് അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു വെക്കേഷനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ കൂട്ട നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ കൂട്ടയിൽ ഒരുപാട് ബാലിനീസ് മസാജ് സെൻറ്റേഴ്സും ഉണ്ട്. പിന്നെ അതുപോലെ ഇന്തോനേഷ്യയുടെ തനതായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കുറേ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കൂട്ട. നമ്മുടെ തട്ടുകടയേക്കാളും കുറച്ചുകൂടി വലിയ ഫുഡ് സ്റ്റോൾസ്, അതിന് ഇവിടെ ഇന്തോനേഷ്യയിൽ വാറങ്ക് എന്നാണ് പറയുക. അങ്ങനെ ഒരുപാട് വാറങ്ക് ഇവിടെ കാണാം. അവിടെയൊക്കെ നമുക്ക് സ്ട്രീറ്റ് ഫുഡൊക്കെ പരീക്ഷിച്ച് നോക്കാം. സ്ട്രീറ്റ് ഫുഡ് മാത്രമല്ല കൂട്ടയിൽ കിട്ടുന്നത്. ഇവിടെ കുറച്ച് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സും മോൾസും ഒക്കെ ഉണ്ട്. ഏത് തരത്തിലുള്ള ആൾക്കാർക്കും പറ്റിയ ഓപ്ഷൻസ് കൂട്ടയിലുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലവും അതുപോലെ സുവനീഴ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ നല്ല സ്ഥലമൊക്കെ കൂട്ട തന്നെയാണ്. കൂട്ടയുടെ അടുത്തുള്ള സെമിനിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി വെസ്റ്റേണൈസ്ഡ് ആണ്. അവിടെ കുറച്ച് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മോൾസും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും പിന്നെ നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ അവിടെയാണ്. സ്ട്രീറ്റ് ഷോപ്പിംഗ് മാത്രമല്ല, കൂട്ട മാർക്കറ്റ് ഉണ്ട്. ഷോപ്പിങ്ങിന് നല്ലൊരു ഏരിയയാണത്. അങ്ങനെ എക്സ്പെൻസീവ് രീതിയിലല്ലാത്ത അത്യാവശ്യം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ബീച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിൽ കൂട്ട തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ.
ഇനിയിപ്പോൾ കൂട്ടയിൽ ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ടുള്ള വെക്കേഷൻ മാത്രമല്ല, കുറച്ച് സൈറ്റ് സീയിങ് സ്പോട്ട്സ് കൂടി കാണണം എന്നുണ്ടെങ്കിൽ കൂട്ടയിൽ സ്റ്റേ ചെയ്ത് പോയി വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് GWK പാർക്ക്. ഒരു കൾച്ചറൽ പാർക്കാണ്. ഇത് ന്യൂ ഐക്കൺ ഓഫ് ഇന്തോനേഷ്യ എന്നാണ് GWK പാർക്കിനെ പറ്റി പറയണത്. പിന്നെ കൂട്ടയിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് തനലോട്ട് ടെമ്പിൾ. ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു അവിടെ പോകാൻ പറ്റിയില്ല. പിന്നെ സുലുബാൻ ബീച്ചുണ്ട്. 2 ക്ലിഫിൻ്റെ ഇടയിലുള്ള അടിപൊളി ഒരു ബീച്ചാണ്. മറ്റൊരു സ്ഥലം ഉളുവാത്തു ടെമ്പിളാണ്. ഒരു ക്ലിഫിൻ്റെ അറ്റത്തുള്ള ഒരു ടെമ്പിളാണത്. അവിടെ പോകുമ്പോൾ സൺസെറ്റിൻ്റെ ടൈമിൽ തന്നെ വേണം പോകാനായിട്ട്. അടിപൊളി സൺസെറ്റ് വ്യൂ ആണ് അവിടെ നിന്ന്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ ഞാൻ പുറകെ ഇടുന്നുണ്ട്. അതുപോലെ ഉളുവാത്തുവിലാണ് ഇന്തോനേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൾച്ചറൽ ഡാൻസ് എന്ന് പറയുന്നത് കെച്ചക് ഡാൻസ് ഉള്ളത്. രാമായണത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കഥയാണ് ഈ ഡാൻസിൽ. ഇതിന് ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. പിന്നെ ബാലിയിലെ ഉബൂദ് എന്ന് പറഞ്ഞ സ്ഥലം. ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും സ്റ്റേ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഉബൂദ്. കാരണം കൂടുതൽ സൈറ്റ് സീയിങ് സ്ഥലങ്ങളൊക്കെ അവിടെയാണ്. കൂട്ടയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ ദൂരമുണ്ട് ഉബൂദിലേക്ക്. എവിടെ നോക്കിയാലും നിറയെ നെൽപ്പാടങ്ങളാണ് ഉബൂദിൽ. എങ്ങും പച്ചപ്പ് തന്നെയാണ്. ടെറസ് ഫാമിംഗ് ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതായത് തട്ടായിട്ടുള്ള നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ. പാടങ്ങളുള്ള പല സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും കേരളം പോലെ തന്നെ തോന്നും. വലിയ മോഡേണൈസേഷൻ ഒന്നും വന്നിട്ടില്ല. ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് ഉബൂദ്. ബാലിനീസ് കൾച്ചറൊക്കെ ശരിക്കും ഇവിടെ അറിയാൻ പറ്റുക. ബാലിനീസ് ആർട്ട് ഫോംസ്, പാട്ട്, ഡാൻസ് ഒക്കെ. അതുപോലെ തന്നെ പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ട്. പുരാതനമായ വലിയ വലിയ ക്ഷേത്രങ്ങൾ മാത്രമല്ല, ചെറിയ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളുടെ കൺസ്ട്രക്ഷനുമായിട്ട് സിമിലാരിറ്റി ഉള്ള വീടുകൾ ഒരുപാടുള്ള സ്ഥലമാണ് ഉബൂദ്. ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്തൊരു ഗ്രാമപ്രദേശം. പക്ഷേ ടൂറിസം ഒരു മേജർ ഫാക്ടർ ആയതുകൊണ്ട് ട്രാഫിക് ബ്ലോക്കിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ കാപ്പിയും കൊക്കോയൊക്കെ ഒരുപാട് കൃഷിയുള്ളത് കൊണ്ട് ബാലിനീസ് കോഫിയും ലുവാ കോഫിയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. കൂട്ട പോലെയല്ല, ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഉബൂദ്. നോർത്ത് ഉബൂദിലേക്ക് പോകുന്ന ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഹൈ റേഞ്ച് റോഡിൽ കൂടി പോവുകയാണെന്നേ തോന്നും. ഉബൂദിലെ നോർത്തും സെൻട്രലും ഈസ്റ്റും ഒക്കെ ആയിട്ട് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. മെയിനായിട്ട് വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഏത് വാട്ടർഫോൾസ് കാണാനാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ റൂട്ടൊന്ന് നോക്കി വെക്കണം. കാരണം മിക്ക വാട്ടർഫോൾസിലേക്കും ഒരുപാട് നടക്കാനും അതുപോലെ തന്നെ കുത്തനെയുള്ള ഇറക്കമൊക്കെ ഉണ്ട്. കുറച്ച് നടക്കാനും കുത്തനെയുള്ള ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നൊരു വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ ബാനുമല വാട്ടർഫോൾസാണ്. മിക്ക വാട്ടർഫോൾ ഏരിയാസിനും ഫോട്ടോയിൽ കാണുന്ന ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവാറില്ല. പക്ഷേ ബാനുമല വാട്ടർഫോൾസ് ശരിക്കും നമ്മൾ ഫോട്ടോയിൽ കണ്ണതിനേക്കാളും ഭംഗിയായിട്ട് തോന്നും നേരിട്ട് കാണുമ്പോൾ. അതിന് താഴെ വലിയ ആഴമില്ല, നമുക്ക് കുളിക്കുകയും സ്വിമ്മ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. ട്രിപ്പ് പോകുമ്പോൾ ഫോട്ടോസ് എടുക്കുക എന്നുള്ളതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണല്ലോ. ഈ ബാനുമല വാട്ടർഫോൾസിൻ്റെ അടുത്തായിട്ട് വനഗിരി ഹിഡൻ ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഇവിടെ കുറച്ച് ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മൊബൈലിൽ അവർ ഫോട്ടോസ് എടുത്തു തരും. ബുയാൻ ലേക്കിനെ ഫേസ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണിത്. ഇവിടെ എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെ ഒക്കെ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ടൈപ്പ് ഫോട്ടോസാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഫോട്ടോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വനഗിരിയിലേക്ക് പോവാം. പിന്നെ ഇത് ഉബൂദിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾസിൽ ഒന്നാണ് ഉളുന്താനു ബറാത്തൻ ടെമ്പിൾ. ലേക്ക് ബറാത്തൻ്റെ സൈഡിലാണ് ഈ ടെമ്പിൾ. ഇന്തോനേഷ്യയിലെ ഒരു മേജർ ശിവക്ഷേത്രമാണ് ഉളുന്താനു ബറാത്തൻ. പക്ഷെ അകത്തേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമൊന്നുമില്ല. അവിടെ തന്നെ വലിയൊരു ഗാർഡനും അതുപോലെ ചെറിയ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഉളുന്താനു ബറാത്തൻ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോ പോയിന്റ് ഉണ്ട്, ഹന്താര ഗേറ്റ്. ഇതുപോലെ വലിയ വലിയ ഗേറ്റ്സ് ഒക്കെ ബാലിയിൽ ഫോട്ടോ പോയിന്റ്സ് ആണ്. ഇതൊക്കെ നോർത്ത് ഉബൂദിലെ കാഴ്ചകളായിരുന്നു. ഇനി നമ്മൾ സെൻട്രൽ ഉബൂദിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഫേമസ് ആയിട്ടുള്ള ബാലി സ്വിങ് ഉണ്ട്. കുറച്ചൊക്കെ ഓവർ ഹൈപ്ഡ് ആണെങ്കിലും ബാലിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പല സ്ഥലത്തും ബാലി സ്വിങ്സ് ഉണ്ട്. റൈസ് ഫീൽഡ് സ്വിങ്, ജംഗിൾ സ്വിങ്, പിന്നെ ഈ കാണുന്ന അലസ്ഹറം സ്വിങ്. പല സ്ഥലത്തും പല റേറ്റിലും പല രീതിയിലുമാണ് സ്വിങ് ഉള്ളത്. അപ്പോൾ ഫോട്ടോസും റേറ്റും ഒക്കെ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്താൽ മതി. അലസ്ഹറമിൽ കുറച്ച് റേറ്റ് കൂടുതലാണ്, പക്ഷെ തിരക്ക് കുറവുമാണ്. അതുപോലെ തന്നെ ശരിക്കും അടിപൊളി സ്വിങ് ആണ്. പിന്നെ ഉബൂദിൽ വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് തീർത്ഥയമ്പുൾ. ഇവിടുത്തെ തീർത്ഥജലത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാ ജന്മങ്ങളിലെയും പാപമൊക്കെ കഴുകിക്കളയാൻ പറ്റും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ബ്രഹ്മ, വിഷ്ണു, ശിവൻ ത്രിമൂർത്തികൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂർത്തി സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൽ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ തെഗനുഗൻ വാട്ടർഫോൾസിലെത്തും.
ഇനി ഉബൂദിൻ്റെ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉബൂദ് ആർട്ട് മാർക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഉബൂദ് ഈസ്റ്റിലാണ് സരസ്വതി ടെമ്പിളും വാട്ടർ പാലസൊക്കെ. സാധാരണക്കാർക്ക് ഈ ടെമ്പിൾസിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല, അപ്പോൾ ശരിക്കും ടെമ്പിൾസ് എന്നുള്ളതിനേക്കാളും ഫോട്ടോ സ്പോട്ട്സ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉബൂദ് റോയൽ പാലസും ടെമ്പിളും. ഉബൂദിലെ റോയൽ ഫാമിലി താമസിച്ചിരുന്ന പാലസാണിത്. ഡെയിലി വൈകിട്ട് ഇവിടെ ബാലിനീസ് ഡാൻസ് ഷോസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ബാലിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ് ലെംപൂയാങ്. മൗണ്ട് ലെംപൂയാങ്ങിൻ്റെ മുകളിലാണ് ഈ ടെമ്പിൾ. ഈ ലെംപൂയാങ് ടെമ്പിൾ കോംപ്ലക്സിലെ നടുക്കുള്ള ഏറ്റവും ഹൈറ്റുള്ള ടെമ്പിൾ എന്ന് പറയുന്നത് ബാലിയിലെ 6 ഹോളിയസ്റ്റ് ടെമ്പിൾസിൽ ഒന്നാണ്. ആക്റ്റീവ് വോൾക്കാനോ ആയ മൗണ്ട് അഗുങ്ങിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ലെംപൂയാങ് ടെമ്പിൾ. ഈ മൗണ്ട് അഗുങ് എന്ന് പറയുന്നത് ബാലിയിലെ ഹയസ്റ്റ് പോയിൻ്റാണ്. ഈ ലെംപൂയാങ് ടെമ്പിളിനെ ഫേസ് ചെയ്തുകൊണ്ട് മൗണ്ട് അഗുങ് ബാക്ക്ഗ്രൗണ്ടിൽ വന്ന രീതിയിൽ ഒരു ഗേറ്റ് ഉണ്ട്. അതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗേറ്റ് ഓഫ് ഹെവൻ അല്ലെങ്കിൽ ലെംപൂയാങ് ഗേറ്റ്. ഈ ബാലിയിൽ ഇതുപോലത്തെ ഒരുപാട് ഗേറ്റ്സ് ഉണ്ടെങ്കിലും ലെംപൂയാങ് ഗേറ്റാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഇതിൻ്റെ മുമ്പിൽ നിന്നിട്ട് മൗണ്ട് അഗുങ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള രീതിയിൽ റിഫ്ലക്റ്റർ സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കിട്ടാനായിട്ട് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് 4-5 മണിക്കൂറാണ്. അപ്പോൾ ടിക്കറ്റ്സ് എടുത്തെങ്കിലും അതിനേക്കാളും വില നമ്മുടെ സമയത്തിനുള്ളത് കൊണ്ട് ഗേറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു. ലെംപൂയാങ്ങിന് അടുത്ത് തന്നെ ലെംപൂയാങ് ഹിഡൻ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി ഫോട്ടോ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലെംപൂയാങ് ഗേറ്റിലെ വെയിറ്റിംഗ് ടൈമിൻ്റെ സമയത്ത് ഇവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. റിഫ്ലക്റ്റർ സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസ് നമുക്ക് അവിടെയും കിട്ടും. ലെംപൂയാങ്ങിന് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് തീർത്ഥഗംഗയിലേക്ക്. ഒരു റോയൽ വാട്ടർ പാലസ് ആണിത്. ഇനിയാണ് നമ്മൾ ബാലിയിലെ ലാർജസ്റ്റും ഹോളിയസ്റ്റും ആയിട്ടുള്ള ടെമ്പിൾ കാണുന്നത്, ബസാക്കി ടെമ്പിൾ. ബസാക്കി വില്ലേജിൽ മൗണ്ട് അഗുങ്ങിൻ്റെ സ്ലോപ്പിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. മദർ ഓഫ് ഓൾ ടെമ്പിൾസ് എന്നാണ് ബസാക്കി ടെമ്പിളിനെ പറയുന്നത്. ഇവിടെയും ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂർത്തി സങ്കല്പമാണ്. പിന്നെ ബാലിയിലെ മറ്റ് ക്ഷേത്രങ്ങൾ പോലെയല്ല ഇവിടെ സാധാരണ ജനങ്ങൾക്ക്, അപ്പോൾ നമുക്കായാലും പോലും അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് ടെമ്പിൾസ് കൂടി ചേർന്നിട്ടുള്ള കോംപ്ലക്സ് ആണ്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ടെമ്പിളിലേക്ക് നമ്മൾ കയറണമെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഈ സ്ലോപ്പ് കയറണം. ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒക്കെ ഭംഗി മാത്രമല്ല, ഇവിടെ സൺസെറ്റിൻ്റെ സമയത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് വ്യൂ ഇവിടുന്ന് കാണാം. ബസാക്കിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് തുക്കത്ത് സെപ്പുങ് വാട്ടർഫോളിലേക്ക്. ബാലി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബാലിയുടെ ഒരു ഓഫ് ഷോർ ഐലൻഡായ ന്യൂസ പെനിഡയിലേക്ക് പോവുകയാണ്. ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ദിവസമെങ്കിലും ന്യൂസ പെനിഡയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. സനൂർ പോർട്ടിൽ ചെന്നിട്ടാണ് നമ്മൾ ന്യൂസ പെനിഡയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടെല്ലാം നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കണം. ബാലി പോലെയല്ല, കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഒന്നും ന്യൂസ പെനിഡയിൽ വന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ റോഡുകളുടെ അവസ്ഥയോട് ഏകദേശം സിമിലറാണ്. ന്യൂസ പെനിഡയിലെ ബീച്ചുകളുടെ ഭംഗി ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ ഇവിടെയും കുറേ ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. കളർഫുൾ ആയിട്ടുള്ള കോറൽ റീഫ്സ് കാരണം ടർക്കോസ് ബ്ലൂവിൻ്റെ പല ഷെയ്ഡ്സാണ് ഇവിടുത്തെ ഓരോ ബീച്ചിലും കാണാൻ പറ്റുക. കെലിങ്കിങ് ബീച്ച്, ബ്രോക്കൺ ബീച്ച്, ഏഞ്ചൽസ് ബില്ലബോങ്, പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമുള്ള ക്രിസ്റ്റൽ ബേ ബീച്ച്, ഇതൊക്കെ കാണേണ്ടത് തന്നെയാണ്. സ്നോർക്കലിങ്ങും സ്കൂബ ഡൈവിങ്ങും ഒക്കെ താല്പര്യമുള്ളവർക്ക് അതും ഇവിടെയുണ്ട്. പിന്നെ ഇതിനടുത്തായിട്ട് ഗിലി ഐലൻഡ്സ് ഉണ്ട്. അതൊരു പാർട്ടി ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുണ്ട് സ്കൂബ ഡൈവിങ്ങും സ്നോർക്കലിംഗ് ഒക്കെ. അങ്ങനെ ബാലിയിലെ മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സിൽ കുറേ എണ്ണമെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടു. ഇനി പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റി പറയാം. ആദ്യമേ തന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. കേരളത്തിൽ നിന്ന് ബാലിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. ഒന്നുകിൽ മലേഷ്യ അല്ലെങ്കിൽ സിംഗപ്പൂരൊക്കെ ചെന്നിട്ടായിരിക്കും പോകേണ്ടത്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ എയർ ഏഷ്യ പോലത്തെ ഫ്ലൈറ്റ്സ് ആയിരിക്കും ചീപ്പറായിട്ടുള്ളത്. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ ട്രാവൽ ഇൻഷുറൻസ് കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തെങ്കിലും ഇപ്പോൾ ബാഗേജിൻ്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് ഉള്ളത് നല്ലതാണ്. ഇന്ത്യൻസിന് ഇന്തോനേഷ്യയിൽ വിസ ഓൺ അറൈവൽ ഉണ്ടെങ്കിലും സമയമൊക്കെ ലാഭിക്കാനായിട്ട് നമ്മൾ നേരത്തെ ഈ വിസ എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഒരു $35 അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുന്നതിന് ഒരു 48 മണിക്കൂറിനുള്ളിലായിട്ട് ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഒരു QR കോഡ് കിട്ടും. അപ്പോൾ അതും ഇമിഗ്രേഷനിൽ കാണിക്കേണ്ടതാണ്. പിന്നെ പോകുന്നതിന് മുമ്പ് ഗ്രാബ്, ക്ലൂക്ക്, അതുപോലെ ഗോജെക് പോലത്തെ ആപ്സൊക്കെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം നല്ലതാണ്. മറ്റൊരു അത്യാവശ്യ കാര്യം കറൻസിയാണ്. ഇന്തോനേഷ്യൻ റുപ്പിയയാണ് അവിടെ. ഏറ്റവും ചെറിയ നോട്ട് എന്ന് പറയുന്നത് 1000 റുപ്പിയാണ്. അത് ഏകദേശം നമ്മുടെ 5 രൂപയുടെ വാല്യൂ വരും. അതുപോലെ 1 ലക്ഷം റുപ്പിയ എന്ന് പറയുന്നത് ഏകദേശം ഒരു 500 രൂപയുടെ വാല്യൂ ആണ് വരുന്നത്.
ഇന്ത്യൻ റുപ്പിക്ക് ഇന്തോനേഷ്യയിൽ വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ റേറ്റ് ഒത്തിരി കുറച്ചേ കിട്ടുള്ളൂ. പക്ഷേ US ഡോളേഴ്സിന് അവിടെ നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഒരു 10 ലക്ഷം റുപ്പിയെങ്കിലും നമ്മൾ ഇവിടുന്ന് മാറ്റി കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ബാക്കി US ഡോളേഴ്സിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയി മാറ്റിയാലും മതി. അവിടെ ചെന്നിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും കെയർഫുൾ ആയിരിക്കണം. കാരണം ലക്ഷങ്ങളുടെ നോട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇന്തോനേഷ്യയ്ക്ക് ഒരു 10 US ഡോളേഴ്സോളം വരുന്ന ഈ ടൂറിസ്റ്റ് ടാക്സ് ഉണ്ട്. അത് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. മിക്കവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, മിക്കവരും അത് കൊടുക്കാറുമില്ല. പക്ഷേ പോലീസ് ചെക്കിങ് എങ്ങാനും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ റെസിപ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി ചെയ്ത് വെക്കാം. ഏതെങ്കിലും ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ ഇവൻറ്റ്സോ ഒക്കെ ഫൈനലൈസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എൻട്രി ടിക്കറ്റ്സ് നേരത്തെ തന്നെ ഓൺലൈൻ ബുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ലോങ് ക്യൂ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ളൊരു ബാലി ട്രിപ്പിന് വേണ്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ചോദിക്കാം. ബാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവും യൂസ്ഫുള്ളും ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽ വീഡിയോ പുറകെ വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക്